ദൈവമായ കർത്താവ് തന്ന അനുഗ്രഹത്തെ ഓർത്ത്, ആയുസ് ആരോഗ്യത്തെ ഓർത്ത്, ജീവിതത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഇന്നത്തെ പ്രത്യേക പ്രാർത്ഥന നിയോഗമായിട്ട് ആഗ്രഹിച്ചതുപോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വിഷമിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം. യശയ്യാപ്രവാചന പുസ്തകം 43-ാം അധ്യായത്തിൽ 2-ാം തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വചനം പറയുകയാണ്, സമുദ്രത്തിലൂടെ നീ കടന്നു പോകുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഇത് ദൈവം നമുക്ക് നൽകുന്ന ഉറപ്പാണ്. കാരണം ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഏത് സാഹചര്യങ്ങളും, പ്രതിസന്ധികളായിരിക്കാം, ഒരുപക്ഷെ മലകൾ പോലെയുള്ള പ്രശ്നങ്ങളായിരിക്കാം, പർവ്വതങ്ങൾ പോലെയുള്ള ജീവിത സാഹചര്യങ്ങളായിരിക്കാം, മുന്നോട്ട് എങ്ങനെ പോകണമെന്നറിയില്ല, സഹനത്തിന്റെ തീച്ചൂളയിലായിരിക്കാം. പക്ഷെ കർത്താവ് നമ്മളോട് ഉറപ്പ് തരികയാണ്, ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന്. കാരണം വചനം പറയുന്നുണ്ട്, വരണ്ട ഭൂമി ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്ധികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. പക്ഷേ പ്രവാചന പുസ്തകം 44-ാം അധ്യായത്തിൽ 3-ാം തിരുവചനമാണിത്. വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം, വാഗ്ദാനം ചെയ്തവൻ നമ്മുടെ കൂടെയുണ്ടെന്ന്.